ഈ ചേച്ചി എന്താ സാക്ഷ്യം പറയാൻ പോണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചേച്ചി വരുമ്പോൾ എന്നോട് 2 കാര്യങ്ങൾ കൂടെ കർത്താവ് പറഞ്ഞു. ചേച്ചിയുടെ വയറിലെ ദഹനത്തോട് ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്ന് സൗഖ്യമാവും. യേശു നിങ്ങളെ സൗഖ്യമാക്കും. ചേച്ചിക്ക് ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ കാരണം ഒരു സൈഡിലെ തോളിനകത്ത് അസഹ്യമായ വേദനയാണ്. അത് നിമിത്തം ചേച്ചിക്ക് വിറകോ ഒരു സാധനം ഒന്ന് മുറുക്കി പിടിക്കാൻ പ്രയാസമുണ്ട്. ഇന്നത് സൗഖ്യമാവും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശുവിന് നന്ദി പറഞ്ഞേ. കർത്താവ് ചെയ്യുന്ന നന്മയ്ക്ക് നന്ദി പറയാം. ഒരു കാര്യം കൂടെ എന്നെ കാണിക്കുക. ചേച്ചിയുടെ 2 കണ്ണിനും മങ്ങലുണ്ട്. എന്നാൽ ഈ ഇടത്തെ കണ്ണിന് കൂടുതൽ മങ്ങലുണ്ട്. ഇന്ന് നിങ്ങളുടെ 2 കണ്ണും സൗഖ്യമാവട്ടെ. കാഴ്ച തിരികെ വരട്ടെ. ഇനി ഇവരുടെ സാക്ഷ്യം കേൾക്കാം. പേര് കുമാരി എന്നാണ്. മുരിയാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സുസ്ന മകളുടെ പേര് ഗ്രീഷ്മയാണ്. ആ കുട്ടിക്ക് ബ്രസ്റ്റിലെ ഒരു തടിപ്പുണ്ടായിരുന്നു. അപ്പം തൃശ്ശൂർ ചർച്ച വന്ന് പ്രാർത്ഥിച്ചു. ബിജു ബ്രദർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വിഷയം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വ്യാഴാഴ്ച അവർ ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോൾ ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ഇതും കൂടെ വന്ന് സാക്ഷ്യം പറയണം. കണ്ണിന് കാഴ്ച കിട്ടി, വയറിലെ അസ്വസ്ഥ മാറി, ഈ സൈഡിലെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മാറി. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. പറഞ്ഞു. വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. മരുമകന് ഗൾഫിൽ പോകാനുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. സുസ്വാദിനെ കുറിച്ച് ചർച്ച വന്ന് പ്രാർത്ഥിച്ചു. ഈ 5-ാം തീയതി ആ മകൻ ഗൾഫിലേക്ക് കടന്നു. അടിപൊളി. കൈയടിച്ചു രാമ്യം പറഞ്ഞു. എവിടെ പോന്നേ? ദുബായ് പോകുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും ദുബായിൽ ഞാനുണ്ട്, വരാൻ പറയണം. ശരി.